എൻഫീൽഡ് ഒരു ബുള്ളറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന ഒരു വാഹനമായിരിക്കും അല്ലേ, എല്ലാവരും സ്വന്തമാക്കണമെന്നും. അപ്പം ഞാനൊക്കെ ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു വണ്ടിയായിരുന്നു ഒരു റോയൽ എൻഫീൽഡ് ബുള്ളറ്റൊക്കെ സ്വന്തമാക്കണമെന്ന്. നമ്മളെ കസിനൊക്കെ ഒരു വണ്ടി എടുത്ത ടൈമിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്നു എന്നാണ് ഇങ്ങനെ ഒരു വണ്ടി നമ്മൾ എടുക്കുക എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളിൽ ഒന്നായിരിക്കും ഒരു ബുള്ളറ്റ്. അത് ഭേദമില്ലാതെ ഇപ്പോൾ ചെറുപ്പക്കാർക്കാണെന്നുണ്ടെങ്കിലും പ്രായമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വിലേൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും എല്ലാവരും ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ചെറിയ വില മുതൽ നല്ല അത്യാവശ്യം നല്ല മോഡൽ കുറഞ്ഞത് മോഡൽ കൂടിയതൊക്കെ ആയിട്ടുള്ള പുതിയ സ്റ്റോക്ക് കുറച്ച് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. അത് നിങ്ങളെ പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ യൂട്യൂബ് ചാനലായ മാലിക് ഗാരേജ് 71 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്തുള്ള സ്റ്റോക്കുകൾ ഇതാണ് കേട്ടോ. ഏകദേശം 1, 2, 3, 4, 5, 6 വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അതും 59,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടികളാണ്. 2015 മോഡൽ തണ്ടർബേർഡ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തരുന്ന റേറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലോ വെറും 59,000 റുപ്യക്ക് നിങ്ങൾക്ക് തരാൻ കഴിയും. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ നമ്മൾ കാണേണ്ടി വരും. ഇതൊരു ഓഫർ ഇട്ടതാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ തണ്ടർബേർഡ് 15 അന്വേഷിച്ച് നോക്കിയാൽ തന്നെ അറിയാം ഇതിലേറെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. നമ്മൾ അത്ര റേറ്റ് ഉണ്ട് ഇത്ര റേറ്റ് ഉണ്ട് എന്നൊന്നും പറയില്ല. എന്തായാലും 59,000 രൂപ എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് തന്നെയാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. പിന്നെ മേജർ കംപ്ലയിൻറ്റോ മേജർ ഫ്ലഡ് എഞ്ചിനുപരമായിട്ടുള്ള കംപ്ലയിൻറ്റോ കാര്യങ്ങളൊക്കെ നമ്മൾ വാറൻറ്റി തരുന്നതുമാണ് കേട്ടോ. അപ്പോൾ അടുത്തത് എന്ന് പറയുന്നത് 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിലൊരു 40% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 80% ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 അപേക്ഷിച്ച് വണ്ടി നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ്. എൻജിൻ സൈഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും മേജർ കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുപോലെ എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ വൃത്തി കാണുമ്പോൾ തന്നെ അറിയാം. അടുത്തത് എന്ന് പറയുന്നത് കുറഞ്ഞ റേറ്റിൽ ബുള്ളറ്റ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ഒന്ന് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. 2013 മോഡലാണ്. ഏകദേശം ഫ്രണ്ട് ടയർ ഒരു ആവറേജ് 30% ഉള്ളൂ. ബാക്ക് ടയർ ഏകദേശം 90% കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജർ ആക്സിഡൻറ്റോ അതുപോലെ മേജർ എഞ്ചിന് പരമായിട്ടുള്ള കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇതിനില്ല കേട്ടോ. അപ്പോൾ ഇതിനുദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇട്ട് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ എന്താ ചൊർക്ക്. അതേമാതിരി നമ്മളെ ക്രാഷ് കാർഡിൽ കയറൊക്കെ ചുറ്റി ഒരു അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ ഭംഗിയിൽ ആക്കിയിട്ടുണ്ട്. വലിയ ബോറില്ലാതെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനി അടുത്തതെന്ന് പറയുന്നത് ഇത് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 64,000 രൂപയാണ്. ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നമ്മൾ തരുകയും ചെയ്യാം. ഇനി അടുത്തതെന്ന് പറയുന്നത് 2019 മോഡല് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നടക്കുന്നതായിരിക്കും ആളുകൾ. ES സ്റ്റാൻഡേർഡിൽ തന്നെ സെൽഫ് വരുന്ന മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2019 ആണിത് ഇറങ്ങുന്നത്. ആദ്യമായിട്ട് നമ്മൾ ഇലക്ട്രോ നിർത്തിയതിന് ശേഷം സ്റ്റാൻഡേർഡ് ES എന്ന് പറയുന്ന മോഡൽ ഇറങ്ങിയതാണ്. അതിൽ തന്നെ 2019 20 ഏകദേശം കുറഞ്ഞൊരു 2-3 മാസങ്ങളിലും മാത്രം ഇറങ്ങിയ ഒരു 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ 1 വർഷത്തിൻ്റെ ഉള്ളിൽ മാത്രം ഇറങ്ങിയ കുറച്ച് മോഡലുകൾ മാത്രമാണ്. 2019 മോഡൽ BS4-ലുള്ള സ്റ്റാൻഡേർഡ് ES സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി ഉള്ളത്. മേജർ ആക്സിഡൻറ്റോ മേജർ എഞ്ചിന് പരമായിട്ടുള്ള കംപ്ലൈൻറ്റോ ഫ്ലഡോ അങ്ങനത്തെ ഒന്നുമില്ല. ടോട്ടൽ ലോസോ അങ്ങനെയുള്ള വണ്ടികളൊന്നും നമ്മൾ കൊടുക്കാറുമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90% ഫ്രണ്ട് ടയർ ഉണ്ട്. അതുപോലെ ബാക്കിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50-60% ബാക്ക് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് അറിയാൻ മറന്നു. ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,25,000 രൂപയാണ് കേട്ടോ. ഇനി അടുത്തത് എന്ന് പറയുന്നത് 2021 മോഡല് വെറും 29,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പുള്ള നല്ല ഹൈ ക്വാളിറ്റി ഒരു സ്റ്റാൻഡേർഡ് ES ആണ്. ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 90% ഫ്രണ്ടിലുണ്ട്. ബാക്കിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 70-80% ബാക്കിലും ഉണ്ട് കേട്ടോ. മേജർ ആക്സിഡൻറ്റോ എഞ്ചിന് പരമായിട്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്ന BS6 മോഡലാണ് കേട്ടോ. ഇതിൽ സെൽഫ് സ്റ്റാർട്ട് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്റ്റാൻഡേർഡ് ES-ൽ BS6-ൽ വരുന്ന മോഡലാണ് ഇത്. അതുപോലെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ബോഡി ഭാഗങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ബോഡി ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അല്ലേ
ബോഡിയും കാര്യങ്ങളൊക്കെയാണ്. സ്ക്രാച്ചസ്, മേജർ സ്ക്രാച്ചസ്, ഇപ്പൊ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾക്ക് ഉണ്ടാകും. അതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ പണികളും നമ്മൾ കാണേണ്ടി വരും. മേജറായിട്ടുള്ള സ്ക്രാച്ച് അതുപോലെ മേജറായിട്ടുള്ള കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും നമ്മളൊരു വണ്ടിക്ക് ഉണ്ടാവില്ല കേട്ടോ. ജസ്റ്റ് അത് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരുകയും ചെയ്യാം. BS6 വരുമ്പോൾ തന്നെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. BS6 ഫ്യൂവൽ ഇഞ്ചക്ഷൻ ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഇത് കേക്ക് ഉണ്ടോന്ന് അറിയില്ല, കേട്ടോ കൂട്ടുന്നോ മൈക്ക് ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് മൈക്ക് എന്താ കേട്ടോ ഈ ഒരു സൗണ്ട് ഉണ്ടല്ലോ. ഈ സൗണ്ട് പോയതിനു ശേഷം ഈ ഫ്യൂവൽ ഇഞ്ചക്ഷൻ വരുന്ന വണ്ടികൾ ആ സൗണ്ട് പോയതിനു ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂവൽ ഇഞ്ചക്ടർ പെട്ടെന്ന് കംപ്ലൈന്റ് വരാൻ സാധ്യത കൂടുതലാണെന്നല്ല, പെട്ടെന്ന് കംപ്ലൈന്റ് വരും. അപ്പൊ ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,46,999 രൂപയാണ്. എന്ത് വിലയാണ് ചങ്ങായി നമുക്ക് ചോദിച്ചാൽ എന്താ 47 പറഞ്ഞാൽ അതിനൊരു പഞ്ചില്ലല്ലോ. അപ്പം അടുത്തത് എന്ന് പറയുന്നത് 2022 മോഡല്, നമ്മളെ പുതിയ മോഡൽ എഞ്ചിനും കാര്യങ്ങളൊക്കെ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവില്ല എഞ്ചിനാണെന്ന് പറയുന്ന ഈ മോഡല് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത് ക്ലാസിക് കേട്ടോ. ഒരു മിനിറ്റ്, എത്ര കിലോമീറ്റർ ഓടിയത് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയി. 30,000 കിലോമീറ്റർ ഓടിയ 2022 മോഡൽ റെഡ് ആൻഡ് ബ്ലാക്കിൽ വരുന്ന ക്ലാസിക് ആണ് നമ്മുടെ അടുത്ത് അടുത്തതുള്ളത്. ABS വരുന്ന മോഡലാണ്. പിന്നെ ഇത് സോറി ഞാൻ പറയാൻ പറഞ്ഞു, ഇതിന് രണ്ടിന് ABS വരുന്നുണ്ട് കേട്ടോ. 2019 ABS വരുന്നുണ്ട്, 2021 ABS വരുന്നുണ്ട്. 2022 ക്ലാസിക് ABSും കാര്യങ്ങളൊക്കെ വരുന്നത്. മേജർ ആക്സിഡന്റോ ഫ്ലഡോ അതുപോലെ എഞ്ചിന് പരമായിട്ടുള്ള കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അടിപൊളി വണ്ടി. ടയർ ഭാഗങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ 50% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ പോലും ഒരു 40% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 1,85,000 രൂപയാണ്. അതുപോലെ തന്നെ ഇതിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഓഫർ ഇട്ട വണ്ടി ഒഴിച്ചിങ്ങാണ്ട് ബാക്കി എല്ലാത്തിലാണെന്നുണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിങ്ങാണ്ട് നമ്മൾ ചെയ്ത് തരുമില്ല. ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരുപാട് വണ്ടികളൊക്കെ ആയിട്ടും ഉപകാരപ്പെടുന്ന ഒരുപാട് മുതൽ അടിപൊളി കിടുക്കാച്ചി മുതലുകളൊക്കെ ആയിട്ടും കാറുകളായിട്ടും ബൈക്കുകളായിട്ടും ഇനി നമുക്ക് വിമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിമാനമായിട്ടും നമ്മൾ വരുന്നതാണ്. വിൽക്കാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതും കൊണ്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഫോളോ ചെയ്ത് കണ്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടായ മാലിക് ഗാരേജ് 71 അതുപോലെ നമ്മളെ ഗാരേജ് 71 എന്ന് പറഞ്ഞ ഷോപ്പിന്റെ അക്കൗണ്ടൊക്കെ ഫോളോ ചെയ്ത് കണ്ട് കൂടാൻ മറക്കരുത്. അപ്പൊ എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് നമ്മളെ സ്ഥലം എവിടെയാണെന്നുള്ളത്. നമ്മൾ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ട് എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മളെ നിലമ്പൂരിന് അടുത്താണ്. നിലമ്പൂരിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ, മഞ്ചേരിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ, പെരിന്തൽമണ്ണയിൽ നിന്ന് ഒരു ഏകദേശം ഒരു 24 കിലോമീറ്റർ, മണ്ണാർക്കാട് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിൽ നിന്ന് ഏകദേശം ഒരു 30 കിലോമീറ്ററിലെ എല്ലാത്തിൻ്റെയും സെൻട്രലാണ് കേട്ടോ നമ്മളെ നാട്. ഒരു മലയോര എന്താ പറയുക മലയോര തായ്വാരങ്ങളിലൊക്കെ അടിപൊളിയായിട്ട് പ്രകൃതിയോടെ ഇണങ്ങി ചേർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി നാടാണ് നമ്മളെ കരുവാരകുണ്ട്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ കരുവാരകുണ്ടിൽ നമ്മളെ ചേറുമ്പ് ഇക്കോ വില്ലേജ് ചിറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ചേറുമ്പ് ഇക്കോ വില്ലേജിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മളെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെറുക്ക വന്നുകൊണ്ട് ചോദിച്ചാൽ ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഗാരേജ് 71 എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. കുറച്ച് പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പേര് പറഞ്ഞു കഴിഞ്ഞാലും അറിയാൻ കഴിയും കേട്ടോ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ ഉള്ളൂ നമുക്ക് അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ടൊക്കെ നിങ്ങളെ മുന്നിൽ വരാൻ കഴിയാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി അതുപോലെ നമ്മളെ കുറവുകൾ എന്താണെന്നുള്ളതെന്ന് കമന്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്താനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കിടുക്കാച്ചി ഇതുപോലുള്ള ഓഫർ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും നിങ്ങളെ മുന്നിൽ വരുന്നതാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ യുവർ ചോയ്സ് അവർ പ്രോമിസ്.